ഹലോ, അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ട് ഒരു സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം സ്റ്റൂ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എണ്ണ ടോട്ടൽ 4 സ്പൂണാണ് നമ്മൾ എടുക്കുന്നത്. അതായത് 1 ടീസ്പൂൺ ലാസ്റ്റ് താളിപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് വേണ്ടത്. എണ്ണയുടെ കാര്യം പറഞ്ഞല്ലോ. അടുത്തത് കറുവാപ്പട്ട 3 ഇഞ്ച് പീസസ്, ഏലക്ക 6 എണ്ണം, ഗ്രാമ്പു 6 എണ്ണം, ചതച്ച കുരുമുളക് 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ ഒരു വലിയ സവാള ഈ രീതിയിലൊന്ന് ചോപ്പ് ചെയ്തത്, പച്ചമുളക് 6 എണ്ണം ചോപ്പ് ചെയ്തത്, ഇഞ്ചി 1 പീസ് ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി 6 അല്ലി, ക്യാരറ്റ് 1 എണ്ണം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തത്, കശുവണ്ടി 15 എണ്ണം. കശുവണ്ടി ലാസ്റ്റ് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്, അത് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി 6 എണ്ണം, കറിവേപ്പില 3 തണ്ട്, തേങ്ങയുടെ 1/4 പാൽ 1/4 കപ്പും 2/2 പാൽ 2 കപ്പും. അതായത് 2/2 പാൽ ഒഴിച്ചാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് തേങ്ങാപ്പാലിൽ 2/2 പാൽ 2 കപ്പ് എടുക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് വേണ്ടത് 1/2 കിലോ ചിക്കൻ. ഇൻഗ്രീഡിയൻസ് എല്ലാം പരിചയപ്പെട്ടല്ലോ. അപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു ഇവ ഇട്ട് കൊടുക്കാം. ഏലക്ക ചെറുതായി ഒന്ന് പിളർന്നതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ, എന്നാലേ ഇതിൻ്റെ ഫ്ലേവർ ഇതിലോട്ട് ഇറങ്ങത്തുള്ളൂ. ഇനി ഇത് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഈ രീതിയിലൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിന് ടോട്ടലായി ആവശ്യമായി വരുന്ന ഉപ്പ് 1/4 ടീസ്പൂണാണ് വേണ്ടത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഈ രീതിയിലായി കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ചിക്കൻ്റെ പുറം ഭാഗം ഈ രീതിയിൽ വെള്ള കളറായി വരുമ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത്, അല്പം കറിവേപ്പില, പിന്നെ തേങ്ങയുടെ 2/2 പാൽ. ഇനി ഇതെല്ലാം കൂടി ഇളക്കിയൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് 10-15 മിനിറ്റ് നേരം മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 5-6 മിനിറ്റ് നേരം കഴിയുമ്പോൾ അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 3-4 ഉരുളക്കിഴങ്ങിൻ്റെ പീസ് നന്നായി തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1 മിനിറ്റ് നേരം തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അറിയാലോ, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് ചൂടായാൽ മതിയാവും. ഇനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ സ്റ്റൂ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കാനുണ്ട്. താളിപ്പിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുമ്പോഴേക്കും അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി.
ഇതാ ഈ ഒരു കളറിലേക്ക് ആയി വരുമ്പോഴേക്കും ചിക്കൻ സ്റ്റൂവിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇളക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് നേരം അടച്ച് വെക്കുക. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അടപ്പ് തുറന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് നമുക്കിത് മാറ്റാം. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം, ചപ്പാത്തി, ബ്രെഡ് ഇവയ്ക്കൊപ്പം ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ചിക്കൻ സ്റ്റൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതുകൂടാതെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.